our tour.1961 എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ലണ്ടൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലണ്ടൻ മ്യൂസിയം കാണുവാനാണ്. ലണ്ടനിൽ അനവധി മ്യൂസിയങ്ങളുണ്ട്. ഈ മ്യൂസിയത്തിനെ പറയുന്നത് ബ്രിട്ടീഷ് മ്യൂസിയം എന്നാണ്. അന്ന് വളരെ തിരക്കുള്ളൊരു ദിവസമായിരുന്നു. അനവധി സഞ്ചാരികൾ ഈ മ്യൂസിയം കാണുവാൻ എത്തിയിരുന്നു. ലണ്ടനിലെ ബ്രിട്ടീഷ് മ്യൂസിയം ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിൽ ഒന്നാണ്. മനുഷ്യൻ്റെ ചരിത്രവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട നിരവധി പുരാവസ്തുക്കൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈജിപ്ഷ്യൻ മമ്മികൾ, റൊസേറ്റ സ്റ്റോൺ, പുരാതന ഗ്രീക്ക് ശില്പങ്ങൾ, അങ്ങനെ ഒട്ടനവധി ചരിത്ര വസ്തുക്കൾ ഇവിടെ കാണാൻ സാധിക്കും. കൂടാതെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പുരാവസ്തുക്കളും ഇവിടെയുണ്ട്. ഇവിടെ ഏകദേശം 8 ദശലക്ഷത്തോളം വസ്തുക്കൾ സ്ഥിരമായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ലോകമെമ്പാടുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുരാവസ്തു ശേഖരങ്ങളിൽ ഒന്നാണ് ഇവിടത്തേത്. പുരാതന ഈജിപ്തിലെ മമ്മികൾ, ഗ്രീസിലെയും റോമിലെയും ശില്പങ്ങൾ തുടങ്ങി മനുഷ്യ ചരിത്രത്തിലെ പല സുപ്രധാന വസ്തുക്കളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒക്കെ അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച സ്ഥലമാണ്. ഈ മ്യൂസിയത്തിന് പ്രധാനമായും 3 നിലകളാണ് ഉള്ളത്. ഓരോ നിലയിലും വ്യത്യസ്തമായ ശേഖരങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഈജിപ്ത്, ഗ്രീസ്, റോം എന്നിവിടങ്ങളിൽ നിന്നുള്ള പുരാവസ്തുക്കൾ കാണാം. 1-ാം നിലയിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പുരാവസ്തുക്കളും 2-ാം നിലയിൽ ആഫ്രിക്ക, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള പുരാവസ്തുക്കളുമാണ് പ്രദർശനത്തിന് വച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രധാനമായും ഈജിപ്ത്, ഗ്രീസ്, റോം എന്നിവിടങ്ങളിൽ നിന്നുള്ള പുരാവസ്തുക്കളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഈജിപ്ഷ്യൻ മമ്മികൾ, ശില്പങ്ങൾ, റൊസേറ്റ ശില, ഗ്രീക്ക് ശില്പങ്ങൾ, റോമൻ മൊസൈക്കുകൾ എന്നിവയെല്ലാം ഗ്രൗണ്ട് ഫ്ലോറിൽ നിങ്ങൾക്ക് കാണാം. കൂടാതെ ഈജിപ്തിലും മറ്റും ഉപയോഗിച്ചിരുന്ന നാണയങ്ങളും മറ്റും ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നു. ഇത് ഈജിപ്തിലും മറ്റും ഉപയോഗിച്ചിരുന്ന വാള് ഉപയോഗിക്കുന്ന ഉറകളാണ്. അന്നുകാലത്ത് ഉപയോഗിച്ചിരുന്ന ചതുരംഗങ്ങളും ചെസ് ബോർഡുകളുമാണ് ഇവയെല്ലാം. ഒന്നാം നിലയിൽ പ്രധാനമായും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പുരാവസ്തുക്കളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഇന്ത്യ, ചൈന, ജപ്പാൻ, കൊറിയ, ഇസ്ലാമിക രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള പുരാവസ്തുക്കൾ ഉൾപ്പെടുന്നു. ബുദ്ധൻ്റെയും ഹിന്ദുക്കളുടെയും ശില്പങ്ങൾ, ചൈനീസ് പോർസലൈൻ, ജപ്പാനീസ് വാളുകൾ, ഇസ്ലാമിക കാലിഗ്രാഫി, പേർഷ്യൻ പരവതാനികൾ തുടങ്ങിയവ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. പുരാതന ഗ്രീസിൽ മരിച്ചവരെ മറവ് ചെയ്യുമ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളെല്ലാം ശവശരീരത്തോടൊപ്പം കുഴിച്ചിടുന്നു. പിന്നീട് ഇതെല്ലാം എക്സ്കവേറ്റ് ചെയ്തെടുത്തതാണ് ഈ കാണുന്ന വസ്തുക്കളെല്ലാം. ഇതിൽ സ്വർണം കൊണ്ടുള്ള ആഭരണങ്ങളും ഉൾപ്പെടുന്നു. ഇതുപോലുള്ള വീടുകളിലാണ് പണ്ട് യൂറോപ്പിലുള്ളവർ താമസിച്ചിരുന്നത്. ബ്രിട്ടീഷ് മ്യൂസിയത്തിൻ്റെ 2-ാം നിലയിൽ പലതരത്തിലുള്ള ശേഖരങ്ങൾ ഉണ്ട്. പ്രധാനമായും യൂറോപ്പിൻ്റെയും മധ്യപൂർവേഷ്യയിലെയും ചരിത്രപരമായ വസ്തുക്കളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പുരാതന ഈജിപ്ഷ്യൻ വസ്തുക്കൾ, ഗ്രീക്ക്, റോമൻ ശില്പങ്ങൾ, മധ്യകാലഘട്ടത്തിലെ യൂറോപ്യൻ കരകൗശല വസ്തുക്കൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ
ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാണയങ്ങൾ, മെഡലുകൾ, പുസ്തകങ്ങൾ, ചിത്രങ്ങൾ എന്നിവയുടെ വലിയ ശേഖരവും ഇവിടെ ഉണ്ട്. ഇതെല്ലാം സ്വർണം കൊണ്ടുള്ള ആഭരണങ്ങൾ, നാണയങ്ങൾ, പാത്രങ്ങൾ തുടങ്ങിയവയാണ്. ഇതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ്. അന്നുകാലത്ത് ഉപയോഗിച്ച ആഭരണങ്ങളും മറ്റുമാണ് ഈ കാണുന്നതെല്ലാം. ഇതെല്ലാം പല സ്ഥലത്തു നിന്നായി കുഴിച്ചെടുത്തതാണ്. അന്ന് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും മറ്റുമാണ് ഈ കാണുന്നത്. പലതരം ആഭരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഇതൊരു മമ്മിയാണ്. ശവശരീരം അടക്കം ചെയ്യാനുള്ള പെട്ടിയാണ് ഈ കാണുന്നത്. ഗ്രീക്ക് സംസ്കാരത്തിലാണല്ലോ മമ്മികൾ കൂടുതലായി കാണപ്പെടുന്നത്. ഇതെല്ലാം പലതരം ഭരണികളാണ്. ഏറ്റവും മുകളിലത്തെ നിലയിൽ നമുക്ക് അനവധി യന്ത്രങ്ങൾ കാണാം. ക്ലോക്കുകളുടെയും മറ്റും ഒരു ശേഖരം തന്നെ ഉണ്ട് ഇവിടെ. ഈ നാണയങ്ങളെല്ലാം പല രാജ്യത്തു നിന്നുള്ളതാണ്. ഇതെല്ലാം വളരെ ഭംഗിയായി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് ക്ലോക്കുകളുടെ ഒരു ശേഖരം തന്നെ കാണാം. ഈ മ്യൂസിയത്തിൽ വിവിധ കാലഘട്ടങ്ങളിലെയും ശൈലികളിലെയും ക്ലോക്കുകളുടെ മനോഹരമായൊരു ശേഖരം തന്നെ ഉണ്ട്. അതിൽ ചിലതു മാത്രം പറയാം. 16-ാം നൂറ്റാണ്ടിലെ ജർമ്മൻ മെയ്ഡ് ക്ലോക്കുകൾ, 17-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് ഗ്രാൻഡ് ഫാദർ ക്ലോക്കുകൾ, 18-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് റൊക്കോക്കോ ക്ലോക്കുകൾ എന്നിവയാണ് ഇവയെല്ലാം. കൂടാതെ ചൈനീസ്, ജാപ്പനീസ് ക്ലോക്കുകളും ഇവിടെ നിങ്ങൾക്ക് കാണാം. ഈ ക്ലോക്കുകളെല്ലാം ഇപ്പോഴും വർക്ക് ചെയ്യുന്നു എന്നതാണ് അത്ഭുതം. ഇത് അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു കപ്പലിൻ്റെ മാതൃകയാണ്. ഇത് സോണി കമ്പനി മാനുഫാക്ചർ ചെയ്തിരുന്ന ഏറ്റവും പഴയ കാലത്തെ അനലോഗ് ക്ലോക്കും ഡിജിറ്റൽ ക്ലോക്കുമാണ്. ഇത് രണ്ടും ഇപ്പോഴും വർക്കിംഗ് ആണ്. അവിടെ കണ്ട ക്ലോക്കുകളെല്ലാം ഇപ്പോഴും വർക്ക് ചെയ്യുന്നു എന്നത് ഒരു മഹാത്ഭുതം. ഇതിൻ്റെ എല്ലാം പൽചക്രങ്ങളും മറ്റും പുതിയതാക്കി ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. പക്ഷേ എങ്കിലും ഇതെല്ലാം ഇപ്പോഴും വർക്ക് ചെയ്യുന്നു. ഈ കാണുന്നത് ഒരു മാസ്റ്റർ ക്ലോക്കാണ്. ഇതിന് കണക്റ്റഡായി അനവധി സ്ലേവ് ക്ലോക്കുകളും ഉണ്ട്. റെയിൽവേയിൽ ഇങ്ങനൊരു ക്ലോക്ക് സിസ്റ്റം ഉപയോഗിച്ചതായി അറിയാം. മിനിറ്റും മണിക്കൂറും സെക്കൻഡുകളും എല്ലാം കാണിക്കുന്നൊരു ക്ലോക്ക്. ഈ കാണുന്നതിൽ ചിലതെല്ലാം സ്വർണ്ണപാത്രങ്ങളാണ്. ഇതൊരു പഴയ കാലത്തെ വയലിനാണ്. ഈ മ്യൂസിയത്തിൽ അനവധി ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട്. റോയൽ ഗോൾഡ് കപ്പ് എന്നാണ് ഈ കപ്പിൻ്റെ പേര്. ഇത് ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ പ്രധാനപ്പെട്ട കാഴ്ചവസ്തുക്കളിൽ ഒന്നാണ്. മധ്യകാലഘട്ടത്തിൽ സ്വർണം കൊണ്ടാണ് ഈ കപ്പ് ഉണ്ടാക്കിയത്. ഇതൊരു അപൂർവ വസ്തുവാണ്.
വിലമതിക്കാനാവാത്ത ഈ കപ്പ് ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ പ്രധാന കാഴ്ച വസ്തുക്കളിൽ ഒന്നാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അടുത്ത കാഴ്ചയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.